നമസ്കാരം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന പരീക്ഷകളുടെ മൂല്യനിർണ്ണയത്തിലും റാങ്ക് ലിസ്റ്റുകളിലും കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം നടത്തിയ വ്യാപകമായ ക്രമക്കേടുകൾ ഒന്നിനു പുറകെ ഒന്നായി പുറത്തു വരുമ്പോൾ കേരളം സ്തംഭിച്ചു നിൽക്കുകയാണ്. എന്നാൽ ഇതിനേക്കാൾ ഏറെ വലിയ രീതിയിൽ മന്ത്രി പദവിയിൽ ഇരുന്ന് അധികാര ദുർവിനിയോഗം നടത്തി സ്വന്തം കുടുംബത്തിന് വേണ്ടി പിൻവാതിൽ നിയമനം നടത്തിയ മുൻ കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാരുടെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മുൻ മന്ത്രിയും CPM-ന്റെ മുതിർന്ന വനിതാ നേതാവുമായ ജെ മേഴ്സിക്കുട്ടി അമ്മയുടെ മകന് കഴിഞ്ഞ LDF സർക്കാർ ചട്ടവിരുദ്ധമായ വഴിവിട്ട നിയമനം നൽകിയെന്നാണ് ഇപ്പോൾ തെളിവുകൾ സഹിതം പുറത്തു വന്നിരിക്കുന്ന അതീവ ഗുരുതരമായ പരാതി. കഴിഞ്ഞ കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്ത്, അതായത് 2023-ലാണ് മേഴ്സിക്കുട്ടിയമ്മയുടെ മകൻ TM അരുണിന് ജില്ലാ വികസന കമ്മീഷണർ എന്ന അതീവ സുപ്രധാനമായ ഉന്നത തസ്തികയിലേക്ക് വഴിവിട്ട രീതിയിൽ നിയമനം നൽകുന്നത്. ആദ്യം ആലപ്പുഴയിലായിരുന്നു ഇദ്ദേഹത്തിന് നിയമനം നൽകിയതെങ്കിലും പിന്നീട് സ്വാധീനം ഉപയോഗിച്ച് സ്വന്തം ജില്ലയായ കൊല്ലത്തേക്ക് അതിവേഗത്തിൽ സ്ഥലം മാറ്റവും ഒപ്പിച്ചു നൽകി. അർഹതപ്പെട്ട 10,000-കണക്കിന് ഉദ്യോഗാർത്ഥികളെ നോക്കുകുത്തികളാക്കി സ്വന്തം മക്കൾക്ക് ലക്ഷങ്ങൾ ശമ്പളമുള്ള ഉന്നത കസേരകൾ അവിശുദ്ധമായി എഴുതി വാങ്ങിയ മേഴ്സിക്കുട്ടിയമ്മയുടെ ഈ നടപടി തികച്ചും ലജ്ജാകരമാണ്. ഈ പിൻവാതിൽ നിയമനത്തിലും ചട്ടവിരുദ്ധ സ്ഥലമാറ്റത്തിലും അടിയന്തരമായ ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി VD സതീശന് കൃത്യമായ തെളിവുകൾ സഹിതം ഔദ്യോഗിക പരാതിയും നൽകി കഴിഞ്ഞു. മേഴ്സിക്കുട്ടിയമ്മയുടെ മകനെ നിയമന മാനദണ്ഡങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് വഴിവിട്ട് സഹായിച്ചു എന്ന് വ്യക്തമാക്കുന്ന നിർണായക രേഖകളും ഇപ്പോൾ പരസ്യമായി പുറത്തു വന്നിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികളുടെയും സാധാരണക്കാരുടെയും വോട്ട് വാങ്ങി മന്ത്രിയായ മേഴ്സിക്കുട്ടിയമ്മ അധികാരത്തിലിരുന്നപ്പോൾ ചെയ്തത് സ്വന്തം മകന്റെ ഭാവി സുരക്ഷിതമാക്കാനുള്ള കള്ളക്കളികളായിരുന്നുവെന്ന് ഈ രേഖകളിലൂടെ പച്ചയ്ക്ക് തെളിഞ്ഞിരിക്കുകയാണ്. സാധാരണക്കാർക്ക് ഒരു താൽക്കാലിക ജോലി പോലും PSCയുടെയും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെയും പിന്നാലെ നടന്ന് പ്രായപരിധി കഴിയേണ്ടി വരുമ്പോൾ കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാരുടെ മക്കൾക്ക് യാതൊരുവിധ മാനദണ്ഡവുമില്ലാതെ സംസ്ഥാനത്തെ ഉന്നത തസ്തികകൾ തന്നെ വെച്ചു നീട്ടുന്ന ഈ ഒരു കമ്മ്യൂണിസ്റ്റ് ശൈലി ജനാധിപത്യത്തോട് ചെയ്ത വലിയ വഞ്ചനയാണ്. PSC പരീക്ഷകളിൽ ചോദ്യങ്ങൾ മുക്കിയും 54 ചോദ്യങ്ങൾക്ക് ഒരേ ഓപ്ഷൻ നൽകിയും സ്വന്തക്കാരെ തിരികെ കയറ്റിയ മാഫിയകൾക്ക് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു വലിയ ഉന്നത തസ്തികയിലെ അഴിമതിയും വെളിച്ചത്തായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ കാലയളവിൽ ഭരണസ്വാധീനത്തിലും പിൻവാതിലിലൂടെയും സംസ്ഥാനത്തെ വിവിധ വകുപ്പുകളിലെ ഉന്നതതല തസ്തികകളിൽ നടന്നിട്ടുള്ള മുഴുവൻ നിയമന ലിസ്റ്റുകളും അടിയന്തരമായി കർശനമായ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. അർഹതയില്ലാതെ പാർട്ടി സ്വാധീനത്തിലും മന്ത്രിമാരുടെ ശുപാർശയിലും ഉന്നത പദവികളിൽ കയറിപ്പറ്റി ഇപ്പോഴും ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ലക്ഷങ്ങൾ ശമ്പളം വാങ്ങിക്കൂട്ടുന്ന ഇത്തരം ആൾക്കാരെ ലിസ്റ്റുകൾ പരിശോധിച്ച് വേരോടെ തന്നെ പിഴുതെറിയണം. എങ്കിൽ മാത്രമേ കഷ്ടപ്പെട്ട് പഠിക്കുന്ന സാധാരണക്കാരായ യുവതലമുറയ്ക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ ആത്മവിശ്വാസം ഉണ്ടാകൂ. ചുരുക്കത്തിൽ മന്ത്രി പദവിയിൽ ഇരുന്ന് മകന് വേണ്ടി അനധികൃത നിയമനം നടത്തിയ ജെ മേഴ്സിക്കുട്ടിയമ്മയും അവർക്ക് ഒത്താശ ചെയ്ത മുൻ കമ്മ്യൂണിസ്റ്റ് നേതൃത്വവും ഈ അഴിമതിക്ക് ജനങ്ങളോട് മറുപടി പറയേണ്ടി വരും. അനധികൃതമായി അധികാരത്തിൽ കയറിപ്പറ്റിയവരുടെ നിയമനം റദ്ദാക്കി PSC നിയമനം കാത്തുനിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അവസരം നൽകുകയാണ് സർക്കാർ ഇനി ചെയ്യേണ്ടത്.